സമ്പത്ത് അതിൽ തന്നെ പാപമാണ്, സമ്പത്ത് അതിൽ തന്നെ ഒന്നിനും കൊള്ളാത്തൊരു കാര്യമാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ ബൈബിൾ പറയുന്നുണ്ട്, പാപകരമായ സമ്പത്തിൻ്റെ നേട്ടവും സമ്പത്തിൻ്റെ ഉപയോഗവും ധൂർത്ത്, ആഡംബരത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ഉപയോഗം, പണം പങ്കുവയ്ക്കുന്നതിന് പകരം അത് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയും അലസതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് തെറ്റും പാപവുമായിട്ട് ബൈബിൾ കണക്കാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യേശുക്രിസ്തു പറഞ്ഞ സമ്പന്നൻ്റെയും ലാസറിൻ്റെയും കഥ. സമ്പന്നന് എല്ലാവിധ ആഡംബരങ്ങളുമുണ്ട്, ആഹാരമുണ്ട്. അയാളുടെ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറിന് അതൊന്നുമില്ല. ആ സമ്പന്ന അയാൾ ഓടിച്ചു വിടുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ ആ സമ്പന്നൻ ആ ദരിദ്രനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, അയാളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നില്ല, അയാൾക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ആ വ്യക്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്, രണ്ടുപേരും മരിക്കുന്നു, ഒരാൾ സ്വർഗത്തിലേക്ക് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെടുന്നു, മറ്റൊരാൾ ശിക്ഷയുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നു. സമ്പന്നൻ, ഭൂമിയിലൊന്നുമില്ലാതിരുന്ന ദരിദ്രനായ വ്യക്തി അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. യേശു പറഞ്ഞതൊരു കഥയാണ്, ഇതൊരു ചരിത്ര സംഭവമോ ഒന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചൊരു കാര്യമല്ല. യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ്, ഒരു കഥയാണ്. സന്ദേശം ഇതാണ്: സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം. അത് വെറുതെ അവർക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ കാര്യം വളരെ വ്യക്തതയിൽ ഒരു സിദ്ധാന്തം പോലെ നമുക്ക് നൽകിയത് പൗലോസ്ലീഹായാണ്. കൊറിന്തോസിലെ സഭയ്ക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം എഴുതി അറിയിച്ചു, ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകേണ്ടതിനായി നിങ്ങൾ നേരത്തെ തന്നെ അത് ആളുകളിൽ നിന്നൊക്കെ ശേഖരിച്ച് വെക്കണം. ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വരും. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ അയക്കും. അവരുടെ കയ്യിൽ നിങ്ങളത് കൊടുത്തു വിടണം. അങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആളുകളെ അതുകൊണ്ട് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ധനികനായ മനുഷ്യൻ കക്കാൻ പോയതല്ല, അയാൾ കട്ടെടുത്തോ അന്യായ പലിശ കൊണ്ടോ ഒന്നും പണമുണ്ടാക്കിയ ആളല്ല. ന്യായമായ രീതിയിൽ അധ്വാനിച്ച് കൃഷി ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കിയ ഒരാളാണ്. അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സാമ്പത്തികമായ നേട്ടമാണ് ഉണ്ടായത്. അയാൾ വിളവെടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇപ്പോഴുള്ള അറപ്പുരകൾ കൊണ്ടൊന്നും അത് ശേഖരിച്ച് വയ്ക്കാനായി പറ്റുകയില്ല. അയാൾ പുതിയ അറപ്പുരകൾ ഉണ്ടാക്കി അയാൾക്ക് കിട്ടിയ ധാന്യമെല്ലാം അതിനകത്ത് അയാൾ ശേഖരിച്ച് വെച്ചു. എന്നിട്ട് അയാളോട് തന്നെ പറഞ്ഞു, ഇനി എനിക്ക് ആഡംബരങ്ങളിലും അലസതയിലും കഴിയാം, ഇനി എനിക്ക് അധ്വാനിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഇനി എനിക്കുള്ളതാണ്, എനിക്ക് നീണ്ട ജീവിതം എൻ്റെ മുമ്പിൽ ഉണ്ട്, അതെല്ലാം ഞാൻ തിന്ന് കുടിച്ച് അങ്ങനെ ആഹ്ലാദിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ കരുതി എല്ലാ അധ്വാനവും കഴിഞ്ഞ് അറപ്പുരയിലെല്ലാം ശേഖരിച്ച് അയാൾ ഉറങ്ങാനായി പോകുന്നു. ഉടനെ അയാൾ ഇടി വെട്ടുന്നത് പോലെ ഒരു സ്വരം കേൾക്കുകയാണ്, ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ നീ ഈ അറപ്പുരയിൽ ശേഖരിച്ച് വച്ചിരിക്കുന്നതെല്ലാം നാളെ ആര് തിന്നും? അതൊക്കെ ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല. യേശുക്രിസ്തു ഉത്തരവൊന്നും പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത്, അധ്വാനിക്കാൻ കഴിവ് നൽകിയിരിക്കുന്നത് അത് നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ആവശ്യത്തിലും അധികമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരു സന്യാസത്തിൻ്റെ പശ്ചാത്തലത്തിനാണ്. മദർ തെരേസ തനിക്കുള്ളത് തൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതെല്ലാം പൊതുവായി ശേഖരിച്ച് അത് ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അവരവരുടെ അത്യാവശ്യത്തിന് വസ്ത്രത്തിനും ആഹാരത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം, അവർക്ക് താമസിക്കാനുള്ള കെട്ടിടത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവർ ദരിദ്രരായ ആളുകളെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്.